മനുഷ്യരെ അടക്കം വലിയ വലിയ ജീവികളെ അപ്പാടെ വിഴുങ്ങുന്ന അനാക്കോണ്ടകൾ, വെടിയുണ്ടകൾ ശരീരത്ത് കൊണ്ടാൽ ഉണ്ടാവുന്ന വേദന തരാൻ കഴിയുന്ന ബുള്ളറ്റ് ഉറുമ്പുകൾ, 10 മനുഷ്യരെ കൊല്ലാൻ പാകത്തിലുള്ള വിഷം ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന തവളകൾ, കടിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന വിഷമുള്ള ചിലന്തികൾ, വെള്ളത്തിലിറങ്ങിയാൽ എല്ലുകൾ മാത്രം ബാക്കി വെക്കുന്ന പിരാന മത്സ്യം, ആനകളെ പോലും കൊല്ലാൻ കഴിവുള്ള ഇലക്ട്രിക് ഈലുകൾ, സഞ്ചരിക്കുന്ന മരങ്ങൾ. അത്ഭുതങ്ങളുടെ ലോകമാണ് ആമസോൺ മഴക്കാടുകൾ. ഹായ്, ഞാൻ നിരഞ്ജന രൂപേഷ്. നമുക്കിന്ന് ആമസോൺ കാടുകളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ അത്ഭുതങ്ങളുടെ ലോകം തന്നെയാണ്. 70 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ആമസോണിൽ 55 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും മഴക്കാടുകളാണ്. ഇതുമാത്രം കേരളത്തിൻ്റെ 138 ഇരട്ടി വലിപ്പം വരും. ബ്രസീൽ, പെറു, കൊളംബിയ, വെനിസ്വല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന എന്നിങ്ങനെ 9 രാജ്യങ്ങളിലായിട്ടാണ് ഈ വലിയ ജൈവ വൈവിധ്യം നിലകൊള്ളുന്നത്. നീളത്തിൽ 2ാം സ്ഥാനത്തുള്ള ആമസോൺ നദി തന്നെയാണ് ആമസോൺ മഴക്കാടുകളുടെ ജീവനാഡി. 2ാം സ്ഥാനമാണെങ്കിലും ആകെ ജലത്തിൻ്റെ അളവിൽ 1ാം സ്ഥാനക്കാരനാണ് ആമസോൺ റിവർ. തുടർന്ന് വരുന്ന 10 നദികളിലെ ആകെ ജലത്തെക്കാളും കൂടുതലാണ് ആമസോണിലെ ജലത്തിൻ്റെ അളവ്. 17 പോഷക നദികളുള്ള 6200 കിലോമീറ്ററിൽ അധികം നീളം വരുന്ന ആമസോൺ നദിയിൽ നിന്നും സെക്കൻഡിൽ ഏകദേശം 20 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. തെക്കേ അമേരിക്കയിലെ പെറുവിൽ നിന്നും ആരംഭിച്ച് കൊളംബിയ, ബ്രസീൽ, ബൊളീവിയ, വെനിസ്വല, ഇക്വഡോർ, ഗയാന എന്നീ രാജ്യങ്ങളിൽ കൂടി പരന്നൊഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്നതാണ് ആമസോൺ റിവർ. ഈ മഹാനദിയാണ് ആമസോൺ മഴക്കാടുകളിലെ ജൈവ വൈവിധ്യത്തിൻ്റെ ആണിക്കല്ല്. മനുഷ്യ അധിനിവേശം ഏറ്റവും കുറവുള്ള ആമസോൺ മഴക്കാടുകൾ ലോകത്തെ ആകെ മഴക്കാടുകളുടെ പകുതിയോളം വരും. ഉഷ്ണമേഖലാ മഴക്കാടുകളിലെ ഏറ്റവും വലുതും വൈവിധ്യം നിറഞ്ഞതുമായ മഴക്കാടും ആമസോൺ തന്നെയാണ്. ആമസോൺ മഴക്കാടുകളുടെ 60% സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ്. ഭൂമിയിലെ ആകെ ഓക്സിജന്റെ 6 മുതൽ 9% വരെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളിലാണ്. അതിനാൽ തന്നെയാണ് ആമസോൺ മഴക്കാടിനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. ആമസോൺ മഴക്കാടുകളിലെ ഇടതൂർന്ന മരങ്ങൾ ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ആമസോൺ മഴക്കാടുകൾ. എന്തിനേയും വേട്ടയാടിപ്പിടിക്കുന്ന കരിമ്പുലികൾ, ഭീമൻ മുതലകൾ, ഇലക്ട്രിക് ഈലുകൾ എന്നിങ്ങനെ അപകടകാരികളായ ജീവജാലങ്ങളുടെ വിഹാര കേന്ദ്രമാണ് ഈ മഴക്കാടുകൾ. സൂര്യപ്രകാശത്തിൻ്റെ 1% മാത്രമാണ് ആമസോണിലെ ഭൂപ്രതലത്തിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അപകടം എവിടെയാണ് സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ആമസോൺ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഏറ്റവും അപകടകാരികളായ ചില ജീവികളെ പരിചയപ്പെടാം. മനുഷ്യനെ കുറേ സമയത്തേക്കെങ്കിലും പാരലൈസ് ആക്കാൻ കഴിവുള്ളവയാണ് ആമസോണിലെ ചില ചിലന്തികൾ. ഇവയുടെ കടിക്ക് നമ്മുടെ ശരീരത്തിനെ ക്ഷീണിപ്പിക്കാനും പാരലൈസ് ആക്കാനും ശരീരം മുഴുവൻ അലർജിക്കാക്കാനും കഴിവുള്ളവയാണ്. മതിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ചിലന്തിയുടെ കടി നമ്മെ മരണത്തിലെത്തിക്കും. ബ്രസീലിയൻ വാൻഡറിംഗ് സ്പൈഡർ എന്നറിയപ്പെടുന്ന ഈ അലഞ്ഞു തിരിയുന്ന സ്പൈഡർ വളരെ അപകടകാരിയാണ്. സിനിമകളിൽ കൂടി നമുക്ക് പരിചയമായിട്ടുള്ള ഗ്രീൻ അനാക്കോണ്ട പാമ്പുകളുടെ വിഹാര സ്ഥലമാണ് ആമസോൺ. മീനുകൾ, മാനുകൾ എന്നിങ്ങനെയുള്ള ജീവികളെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന അനാക്കോണ്ടകൾ ചിലപ്പോഴൊക്കെ വലിയ ജീവികളെയും പിടിച്ചു തിന്നാറുണ്ട്. കടുവകളെ പോലും പിടിക്കുന്ന സ്ഥിതിക്ക് മനുഷ്യൻ്റെ കാര്യം പറയണ്ടല്ലോ. 20 അടിയോളം വലിപ്പമുള്ള അനാക്കോണ്ടകൾ വെള്ളത്തിലും ചതുപ്പു നിലങ്ങളിലും വലിയ മരച്ചില്ലകളിലും കാണപ്പെടാം. ഇരയെ വരിഞ്ഞു മുറുക്കി കൊന്ന ശേഷം വലുപ്പം പോലും കണക്കാക്കാതെ അപ്പാടെ വിഴുങ്ങുകയാണ് അനാക്കോണ്ടയുടെ രീതി. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഉറുമ്പുകളിൽ ഒന്നായ ബുള്ളറ്റ് ഉറുമ്പുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് ആമസോൺ. ഒരു തേനീച്ച കുത്തുന്നതിൻ്റെ 30 ഇരട്ടിയോളം വേദന ഉണ്ടാവും ഈ ബുള്ളറ്റ് ഉറുമ്പുകളുടെ കടിക്ക്.
ഒരു ബുള്ളറ്റ് ശരീരത്തിൽ കൊണ്ടാലുണ്ടാവുന്ന വേദന അനുഭവപ്പെടുന്നതിനാലാണ് ഈ ഉറുമ്പുകൾക്ക് ബുള്ളറ്റ് ആൻഡ് എന്ന പേര് വന്നത്. ഈ വേദന ദിവസങ്ങളോളം നിൽക്കുകയും ചെയ്യും. തുടർച്ചയായി കടിക്കും എന്നതാണ് ബുള്ളറ്റ് ആൻഡുകളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ വേദനയുടെ അതികഠിനമായ അവസ്ഥ തരണം ചെയ്യാൻ കഴിയാത്തവർക്ക് മരണം വരെ ഉണ്ടാവാം. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒന്നാണ് ഇലക്ട്രിക് ഈലുകൾ. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും ഇര പിടിക്കാനുമൊക്കെയാണ് ഇലക്ട്രിക് ഈലുകൾ കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭീമാകാരൻ മുതലകളെ പോലും കൊല്ലാൻ കഴിയുന്ന കരണ്ട് പുറത്തു വിടാൻ കഴിയുന്നവയാണ് ഈ ഇലക്ട്രിക് ഈലുകൾ. ലോകത്ത് പിരാന മത്സ്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും ആമസോണിൽ കാണപ്പെടുന്ന ചിലയിനം പിരാനകൾ വളരെ അപകടകാരികളാണ്. വെള്ളത്തിൽ വീഴുന്ന ഏത് ജീവികളുടെയും മാംസം മുഴുവൻ കടിച്ച് പറിച്ച് എല്ല് മാത്രം ബാക്കി വെക്കുന്നവയാണിവർ. അതിശക്തമായ താടിയലുകളും മൂർച്ചയേറിയ പല്ലുകളും ഇവയ്ക്കുണ്ട്. മീനുകളെയും പക്ഷികളെയും ചെറിയ മൃഗങ്ങളെയും ഭക്ഷിക്കുന്ന ബ്ലാക്ക് കേമൺ മുതലകളുടെയും താമസ സ്ഥലമാണ് ആമസോൺ നദികൾ. 450 കിലോയോളം ഭാരം വരുന്ന ഈ ഭീമൻ മുതലകൾ മനുഷ്യർക്കും ഭീഷണിയാകാറുണ്ട്. ആമസോൺ കാടുകളിലെ ശക്തന്മാരാണ് ജാഗ്വാറുകൾ. കടുവയും സിംഹവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൂച്ചവർഗമാണ് ജാഗ്വാറുകൾ. വളരെ ശക്തിയേറിയ മാംസപേശികളുള്ള ജാഗ്വാറുകൾ വേട്ടയിൽ മുൻപന്തിയിലുള്ളവരാണ്. വലിയ ജീവികളെ വേട്ടയാടുന്നതിൽ താല്പര്യമുള്ളവയാണ് ജാഗ്വാറുകൾ. തദ്ദേശീയരായ മനുഷ്യർക്ക് പോലും ഭീഷണിയാകാറുണ്ട് ഈ ജാഗ്വാറുകൾ. വംശനാശ ഭീഷണി നേരിടുന്ന പിങ്ക് ഡോൾഫിൻ കാണപ്പെടുന്നതും ആമസോൺ നദിയിലെ ശുദ്ധജലത്തിലാണ്. ഏറ്റവും വലിയ നദീജല ഡോൾഫിനുകളാണ് പിങ്ക് ഡോൾഫിൻസ്. നീളം കൂടിയ പിങ്ക് നിറത്തിലുള്ള ചുണ്ടുകൾ ഇവയുടെ പ്രത്യേകതയാണ്. 10 മനുഷ്യരെ വരെ കൊല്ലാൻ ശേഷിയുള്ള വിഷം രക്തത്തിലുള്ള തവളയിനങ്ങൾ ധാരാളമുള്ള കാടാണ് ആമസോൺ കാടുകൾ. സെൻട്രൽ നെർവ് സിസ്റ്റത്തെയും തലച്ചോറിനെയും ബാധിക്കുന്ന ഈ വിഷം വളരെ അപകടകാരിയാണ്. ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പാമ്പായ ഐലാഷ് വൈപ്പർ എന്ന ഇനം പാമ്പുകളെ പല നിറത്തിലും വലിപ്പത്തിലും കാണാൻ കഴിയുന്ന സ്ഥലമാണ് ആമസോൺ മഴക്കാടുകൾ. നദീതീരങ്ങളിലും ചെറിയ മരക്കൊമ്പുകളിലും കാണപ്പെടുന്ന ഐലാഷ് വൈപ്പറുകൾ അങ്ങോട്ട് ആക്രമിക്കാതെ മനുഷ്യനെ ആക്രമിക്കാറില്ല. എങ്കിലും ശരിയായ ചികിത്സ കിട്ടിയില്ല എങ്കിൽ വളരെ അപകടകരമാണ് ഇവയുടെ വിഷം. ആമസോൺ കാടുകളിൽ നടക്കുന്ന മരമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വാക്കിംഗ് പാം എന്നറിയപ്പെടുന്ന മരങ്ങളാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. സൂര്യപ്രകാശം സ്വീകരിക്കുന്നതിനു വേണ്ടി തൻ്റെ ശരീരത്തിൽ പുതിയ വേരുകൾ സൃഷ്ടിച്ച് പഴയ വേരുകൾ ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങുന്നവയാണ് ഈ വാക്കിംഗ് പാം എന്നറിയപ്പെടുന്ന മരങ്ങൾ. ഈ മരം നടക്കുന്നത് നമുക്ക് കാണാനൊന്നും കഴിയില്ല. കാരണം ഈ മരങ്ങൾ ഒരു വർഷം സഞ്ചരിക്കുന്നത് ഏകദേശം 1 മീറ്റർ മാത്രമാണ്. അതിതീക്ഷണമായ ഗന്ധമുള്ള ഏറ്റവും വലിയ പൂക്കളായ റഫ്ലേഷ്യ ഫ്ലവേഴ്സ്, ആന്തരിക അവയവങ്ങൾ മുഴുവൻ കാണാൻ കഴിയുന്നത്ര സുതാര്യമായ ശരീരമുള്ള ഗ്ലാസ് ഫ്രോഗ്സ് എന്ന തവളകൾ, വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ജീസസ് ലിസാർഡ് എന്ന ഓന്തിനങ്ങൾ എന്നിങ്ങനെ ലോകത്തിലുള്ള ജീവികളിൽ 20% ജീവികളും ആമസോൺ കാടുകളിലാണുള്ളത്. ഇതിൽ ഭൂരിഭാഗം ജീവികളും ഇവിടെ മാത്രം ജീവിക്കാൻ കഴിയുന്നവയാണ്. ഉദാഹരണത്തിന് പിങ്ക് ഡോൾഫിൻസ്. ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയ പിങ്ക് ഡോൾഫിനുകളിൽ ഒരെണ്ണം പോലും ഇന്ന് സർവൈവ് ചെയ്തിട്ടില്ല. ആധുനിക മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുന്ന മനുഷ്യവർഗം മുതൽ ഇതുവരെ ആരുമായും സമ്പർക്കം പുലർത്താത്ത നരഭോജി മനുഷ്യർ വരെ താമസിക്കുന്ന സ്ഥലമാണ് ആമസോൺ കാടുകൾ. നിരവധി ഗോത്രവർഗക്കാർ താമസിക്കുന്ന ഈ ആമസോൺ കാടുകൾ ഒരു കാലത്ത് വലിയ തോതിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നവയാണ്. BBC നടത്തിയ ഒരു പഠനത്തിൽ ഉൾക്കാടുകളിൽ നിന്നും പൗരാണികമായ നിരവധി മനുഷ്യനിർമ്മിതികൾ കണ്ടെത്തിയിരുന്നു. 3 കോടിയോളം വിവിധ ഗോത്രവർഗക്കാർ ആമസോൺ കാടുകളിൽ വസിക്കുന്നുണ്ട്. ഇവരിൽ തന്നെ 60% വരുന്നവർ ഇപ്പോഴും പുറം ലോകവുമായി സമ്പർക്കം പുലർത്താൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ട്രൈബുകളിലുള്ളവരാണ്. കോടിക്കണക്കിന് വൃക്ഷങ്ങളും മൃഗങ്ങളും മനുഷ്യരും വസിക്കുന്നതാണ് ആമസോൺ കാടുകൾ. എങ്കിലും ആമസോണിലെ മണ്ണ് തുടർച്ചയായി കൃഷി ചെയ്യാൻ അനുകൂല സാഹചര്യമുള്ള ഒന്നല്ല. അതുകൊണ്ടുകൂടി തന്നെ കാടുകളിൽ വസിക്കുന്ന ഗോത്രവർഗക്കാർ കാലാകാലങ്ങളിൽ താമസം മാറിക്കൊണ്ടിരിക്കും.
അങ്ങനെ വളക്കൂറില്ലാത്ത മണ്ണാണെങ്കിൽ ഇടതൂർന്ന ഈ മഴക്കാടുകൾ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണ്? അതിന് കാരണം നമ്മുടെ സഹാറ മരുഭൂമിയാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് കിലോഗ്രാം ഫോസ്ഫറസ് ആണ് സഹാറ മരുഭൂമിയിൽ നിന്നും പൊടിക്കാറ്റായി ഉയർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ സഞ്ചരിച്ച് ആമസോൺ കാടുകളിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന ഫോസ്ഫറസ് ആണ് ആമസോൺ കാടുകൾക്ക് വളമായി മാറുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും കാട്ടുതീയും ആമസോൺ കാടുകളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ട്. ഇനിയും കടന്നു ചെല്ലാൻ കഴിയാത്ത റിമോട്ടായിട്ടുള്ള മേഖലകളിൽ കൂടി ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവപ്പെടുന്നുണ്ട്. ഇത്രയും വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ വസിക്കുന്ന ഈ അത്ഭുത ലോകത്ത് മറ്റൊരത്ഭുതം കൂടിയുണ്ട്. ഒരു ജീവികൾക്ക് പോലും വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മറ്റൊരു നദി. ഷനായ് ടിംബിഷ്ക എന്നറിയപ്പെടുന്ന ഈ നദി തിളച്ചു മറിയുന്ന അവസ്ഥയിലാണുള്ളത്. ഈ നദി പെറുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. തദ്ദേശീയരായ ആൾക്കാരുടെ വിശ്വാസപ്രകാരം ഒരു ഭീകരനായ സർപ്പത്തിൻ്റെ വാസസ്ഥലമാണ് ഈ തിളയ്ക്കുന്ന നദി. എന്ത് പ്രതിഭാസം മൂലമാണ് ഈ നദി തിളച്ചു മറിയുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മായക്കാഴ്ചകളുമായി ആമസോൺ നമ്മെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. രസമുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.